പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്ന നമ്മുടെ ഈ പുതിയ ശുശ്രൂഷ ഒക്ടോബർ മാസമാണ് തന്നത് മാതാവ്. ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. ദൈവികമായ ഒരു വെളിപാടിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ശുശ്രൂഷയാണത്. നമ്മൾ ആദ്യമേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന സമർപ്പിച്ച് മാതാവിനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ദിവസം തുടങ്ങുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മാധ്യം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, ഇന്നത്തെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കണം. ഇന്ന് പോകുന്ന വഴികൾ, ഇടപെടുന്ന വ്യക്തികൾ, ചെയ്തെടുക്കേണ്ട കർത്തവ്യങ്ങൾ, സഞ്ചാരപഥങ്ങൾ, ഇന്നൊരു സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വിഷയം, നമ്മൾ ഒപ്പിട്ട് കൊടുക്കണ എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ ആ വിഷയം, ഏതെങ്കിലും സ്ഥാപനത്തിൽ പോകാനുണ്ടെങ്കിൽ അതെല്ലാം മുട്ടയിൽ നിന്ന് കൈകൾ കൂപ്പി ഭക്തിയോടെ മാതാവിൻ്റെ മധ്യസ്ഥയിലേക്ക് ഈശോയ്ക്ക് ഏൽപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പ്രാർത്ഥനയാണ്. കർത്താവെ, ഇന്നത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഭാഗമായി നീ വെച്ച നിയോഗങ്ങളുടെ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനകളും കർത്താവെ, നിന്റെ നാമത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും നീ അനുസ്മരിക്കണമേ. കർത്താവ്, കഴിഞ്ഞ ഒക്ടോബർ 26-ാം തീയതി നടത്തിയിട്ടുള്ള രക്ഷണ പങ്കെടുത്തിട്ടുള്ള ജവമാല റാലി പ്രാർത്ഥിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ജവമാലകൾ നീ അനുസ്മരിക്കണമേ. കർത്താവെ, അതിനനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതത്തിൽ ഇപ്പോഴും എൻ്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നിരിക്കുന്ന എല്ലാ മക്കളെയും, അവരിൽ നിന്ന് കടന്നു പോകുന്ന സ്ഥാപനങ്ങൾ, ബന്ധപ്പെടുന്ന വ്യക്തികൾ, ചെയ്തിരിക്കുന്ന കർത്തവ്യങ്ങൾ, ആശുപത്രി രോഗികളായിട്ട് പോകുന്നവരുണ്ട്, ചികിത്സ വീട്ടിലോട്ട് പോരുന്നവരുണ്ട്, അവരെല്ലാം സമാധാനം നിലനിർത്തണമേ. കർത്താവെ, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ കാണാൻ വേണ്ടി പോകുന്നവരുണ്ട്. ഈശോയെ, അവരെ കാണുമ്പോൾ തന്നെ കർത്താവെ, ആ വ്യക്തികളിൽ കർത്താവെ ഭാവിയിൽ ചതിയില്ലാത്ത രീതിയിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. കർത്താവ്, വലിയ വലിയ കുരുക്കുകളിൽ ചാടാൻ വേണ്ടി പലരുടെ സമ്മർദ്ദം ഉണ്ടാകുന്നവരുണ്ട്. അങ്ങനെ ആ വിഷയം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള എതിർപ്പുണ്ടാകുന്നവരുണ്ട്. പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോൾ കടുത്ത കുരുക്ക് വീണ പോലെ ഇരിക്കും. അങ്ങനെയുള്ള സാഹചര്യം കർത്താവ് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈശോയെ,
ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ സംരംഭങ്ങളും, ഇടപാടുകൾ, സംരംഭങ്ങൾ, അതുപോലെ എല്ലാം കർത്താവ് ഇതിനെ ഏൽപ്പിക്കുന്നു. ഈശോ നിൻ്റെ ചൈതന്യം ഉണ്ടാകണമേ, ബുദ്ധിയിൽ, ബോധത്തിൽ എല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിന്നുകൊണ്ട് ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ രോഗങ്ങൾ, നിൻ്റെ പരീക്ഷകൾ, നിൻ്റെ ഇൻ്റർവ്യൂകൾ, നിൻ്റെ ടെസ്റ്റുകൾ, നീ പോകുന്ന വഴികൾ, നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എല്ലാം, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന വ്യക്തികളെല്ലാം ഉച്ചയെല്ലാം കർത്താവിൻ്റെ അടുത്ത് നിറയട്ടെ. ഉച്ചമുള്ളം കാലുകൾ കർത്താവിൻ്റെ നിറയട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ അടുത്ത് നിറയട്ടെ. കർത്താവിൻ്റെ അടുത്ത് നിറയട്ടെ. നീ പൂർണ്ണമായിട്ട് കർത്താവിൽ നിറയട്ടെ. കർത്താവ് ശക്തി നിനക്ക് ചെയ്തു തീർക്കാനും നീ ഭയപ്പെട്ടുകൊണ്ട് നിനക്ക് ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിൻ്റെ കർത്താവ് പരിശുദ്ധയുടെ മാധ്യസ്ഥ നിൻ്റെ കൂടെ ഉണ്ടാവുകയും നിന്നെ ഈ ദിവസം മുഴുവൻ നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വസ്വം നയിക്കുക. നമ്മൾ ഇന്ന് യെശയ്യായുടെ തിരുവചനം 52 തിരുവചനം 12 വായിക്കണം. യെശയ്യായുടെ പ്രവചനം തിരുവചനം 52 അധ്യായം 12 വാക്യം. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഉള്ള ഒരു വിഷയം, നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തെ തകർച്ചയ്ക്ക് കാരണം തിടുക്കമാണ്. ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടും ഉടമ്പടി ജീവിക്കുന്നവരും വീണ്ടും വേറെ പല പ്രാർത്ഥനകൾക്കും കിട്ടണ പ്രാർത്ഥനകൾക്കും കണ്ട സ്ഥലങ്ങളെല്ലാം ഓടി നടക്കുന്നവരില്ലേ. നിങ്ങൾ ഓരോരുത്തരും ഓടുന്നത് ഞാൻ പറയത്തില്ല. പക്ഷേ ഉടമ്പടി എടുക്കുന്ന ഉടമ്പടി കാലഘട്ടത്തിൽ ദൈവത്തിന് തോന്നാൻ നിങ്ങളൊരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒഴുക്ക് ക്രിസ്ത്യാനി അല്ല, ഒഴുക്ക് വിശ്വാസിയല്ല തോന്നണം. ഒഴുക്ക് വിശ്വാസിയാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിനല്ല അവിടെ പ്രാധാന്യം വേണ്ടത്, നിങ്ങളുടെ വിഷയത്തിനാണ്. എവിടെ നിന്നാണ് എളുപ്പം കിട്ടുന്നത് എന്ന് നോക്കിയിട്ട് നമ്മുടെ കടകളിൽ പോകത്തില്ലേ? എവിടുന്ന് ഏത് കടകളിൽ പോയാണ്, ഏത് ബാങ്കിൽ പോയാണ് ലോൺ പെട്ടെന്ന് കിട്ടുന്നത്, ഏത് കടയിൽ പോയാലാണ് സാധനം എടുത്ത് പെട്ടെന്ന് പോകാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള തിടുക്കമുള്ളവർ ഇങ്ങനെ ആധ്യാത്മിക സെൻറ്റേഴ്സ് മാറി നടക്കും. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിനല്ല ശരിക്കും പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തെ ഇപ്പോൾ ഉടമ്പടി പോലെയുള്ള കറക്റ്റ്, അതായത് പ്രാർത്ഥനയുണ്ട്, പ്രഖ്യാപനമുണ്ട്, വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങളിൽ പ്രാർത്ഥനയുണ്ട്, പ്രഖ്യാപനമുണ്ട്, പ്രയോഗമുണ്ട്. അപ്പോൾ സമ്പൂർണ്ണമായ ദൈവാവിഷ്കാരം വിശ്വാസത്തിൻ്റെ ഇടിവെപ്പുകളുള്ള ഒരു പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ തന്നെ നീ അത് പകുതി ശ്രദ്ധിച്ച് പകുതി അവിടെ കടിച്ച് പകുതി ഇപ്പുറത്ത് കടിച്ച് അങ്ങനെ നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആധ്യാത്മികതയെക്കുറിച്ച് ദൈവത്തിൽ തന്നെ വിശ്വാസ തകർച്ച ഉണ്ടാകും. അത് തന്നെയാണ് നിങ്ങളുടെ ആധ്യാത്മിക തകർച്ചയുടെ ഏറ്റവും വലിയ വിഷയം. ചിലരുണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് കൃപാസനത്തിൽ ഫ്രഷ് ഹാൻഡ്സ് ഒത്തിരിയേറെ സാക്ഷ്യം പറയുന്നത്. പുതുതായിട്ട് വിശ്വാസം കർത്താവിൻ്റെ ഈ തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി ഒരു ആധാരമാക്കുന്നവർ ചിലർ പെട്ടെന്ന് സ്പീഡപ്പായിട്ട് സാക്ഷ്യപ്പെടുന്നത് എന്താണ്, അവർ തങ്ങളുടെ ലാസ്റ്റ് അബോർഡിലാണ് എത്തിയിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകും. അവസാനത്തെ അഭയകേന്ദ്രത്തിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഞാൻ ചെയ്യും, ഞാൻ ഉടമ്പടി ജീവിക്കും, ഉടമ്പടി പ്രഖ്യാപിക്കും, ഉടമ്പടിയിൽ എന്ന് അവർ ബോധത്തോടെ പ്രത്യക്ഷ പ്രാർത്ഥന ആ സമയത്തല്ല. ചില ആൾക്കാർ അവർ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടിയെ മറന്നു പോകും. പക്ഷെ ചിലർ ഉടമ്പടി എല്ലാപ്പോഴും അനുസ്മരിക്കും. അങ്ങനെ ഉടമ്പടി എല്ലാപ്പോഴും അനുസ്മരിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി പ്രകാരം ഉടമ്പടിക്ക് ആശീർവദിക്ക് തന്നിരിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾ, സംസാരങ്ങൾ, കർത്താവിനെ പ്രഖ്യാപിക്കാൻ കിട്ടുന്ന സമയങ്ങളെല്ലാം നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ദൈവം വാഗ്ദാന വിശ്വസ്തരും വാക്ക് പാലിക്കുന്നതാണ്. കർത്താവ് തന്നെ മത്തായ യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്താ പറയണത്, ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുമെന്നാണ്. അപ്പോൾ മുമ്പേ നടക്കുകയും പുറകെ നടക്കുകയും ചെയ്യുന്ന വെച്ചാൽ, അതായത് നമ്മൾക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ടാണ് ദൈവം ഉടമ്പടി ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഉടമ്പടി ശ്രദ്ധിച്ചുകൊണ്ട് ഭംഗിയായിട്ട് ഉടമ്പടിയുടെ കാര്യങ്ങൾ നിവൃത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ നീ വിശ്വസ്തനാകും. വിശ്വസ്തനായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വിശ്വസ്തനായി കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് ഈ ഐശയ 52:12 തന്നെ, നീ പരിഭ്രമിക്കേണ്ട, ധൃതിക്ക് നടക്കണ്ട, നിൻ്റെ കർത്താവ് നിൻ്റെ വിഷയത്തിൽ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് പത്രോസൊക്കെ പറയണത്, നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കണം. അഹങ്കാരികളാണ് ഇങ്ങനെ സംഘർഷം കാണിച്ച് പരക്കം പായണത്. മറിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കണം. തക്ക സമയത്ത് അവിടെ താങ്ങിക്കൊള്ളും, നിൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളും. ഈ തക്ക സമയം ദൈവമാണ് കരുതിക്കുന്നത്. നമ്മൾ പറയണ പല തക്ക സമയവും നമ്മുടെ ഒരു സൗകര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ അത് ദോഷം ചെയ്യുന്ന വരും. ഒരു സ്ഥലം വിൽക്കുന്ന കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നിനക്ക് ഇപ്പം വിട്ടു കിട്ടിയാൽ ഇപ്പം ജപ്തി നടപടിക്കാർ തെറിയെന്ന് ഒഴിവാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കും തോന്നിയ വർഷത്തിരുന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വിൽക്കണമെന്ന്. പക്ഷേ ചിലപ്പോൾ തക്ക സമയം അതായിരിക്കത്തില്ല. ആ ജപ്തി ചെയ്യാൻ പോകുന്ന കമ്പനിയെ നിലനിർത്താനും മേലെ നിലനിർത്താൻ കർത്താവിന് കഴിയും. എൻ്റെ ഈ സ്ഥലം കുറച്ചുകൂടി കൊള്ളാവുന്ന വിലക്ക് വിൽക്കാനുള്ള സമയം ഉണ്ടാകും.
അപ്പോൾ അതായത് നിങ്ങളുടെ നിങ്ങളെ അങ്കിഷല്ല, നിങ്ങളുടെ ആന്തരികമായ സംഘർഷം അല്ല തക്ക സമയം. ദൈവം നിങ്ങൾക്ക് ഗുണകരമായി മാത്രം ചെയ്യുന്ന ദൈവം അതിൻ്റെ സമയത്ത് ക്രമീകരിക്കും. കർത്താവേ, നിൻ്റെ സമയത്ത് നീ എൻ്റെ ജീവിതം ക്രമീകരിക്കുന്നിടത്തോളം കാലം നിന്നോട് വിശ്വസ്ത ചൊല്ലി നിർത്താനുള്ള കൃപ എനിക്ക് നൽകണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്.